നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാനുള്ള ശക്തിയുണ്ടെങ്കിലോ? നിങ്ങളുടെ മുറിയിൽ നിന്ന് അപ്രത്യക്ഷമായ ഒരു കടൽ തീരത്തോ പർവ്വതത്തിലോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തോ തൽക്ഷണം പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് സങ്കല്പിച്ചു നോക്ക്. കാറുകളോ വിമാനങ്ങളോ ദീർഘയാത്രകളോ ആവശ്യമില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ലോകത്തെവിടെയും സുഹൃത്തുക്കളെ സന്ദർശിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതം സാഹസികത നിറഞ്ഞതായിരിക്കും. എന്നാൽ സത്യത്തിൽ ടെലിപ്പോർട്ടിംഗ് എങ്ങനെ പ്രവർത്തിക്കും? എല്ലാ മാറ്റങ്ങൾ എന്നറിയപ്പെടുന്ന ചെറിയ കണികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ടെലിപ്പോർട്ട് ചെയ്യുന്നതിന് ഈ ആറ്റങ്ങൾ വേർപിരിയണം, മറ്റൊരു സ്ഥലത്തേക്ക് മാറി പൂർണ്ണമായി ഒന്നുചേരുകയും വേണം. ഒരു ചെറിയ തെറ്റുപോലും അപകടകരമാകുന്നതിനാൽ ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ശാസ്ത്രജ്ഞർ ഈ ആശയത്തെ ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്ന് വിളിക്കുന്നു. ലാബുകളിൽ പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവർക്ക് ചെറിയ കണികകളെ ടെലിപ്പോർട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ മനുഷ്യരെ അല്ല. ഊർജമാണ് മറ്റൊരു വെല്ലുവിളി. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ആറ്റങ്ങളും ഒരേ സമയം നീക്കുന്നതിന് ധാരാളം ഊർജം ആവശ്യമായി വരും. ഒരുപക്ഷെ ഒരു വലിയ നഗരത്തിൻ്റെ ശക്തിയേക്കാൾ കൂടുതൽ. കൂടാതെ ഈ പ്രക്രിയയിൽ നമ്മുടെ തലച്ചോറിൻ്റെ ബന്ധം നിലനിർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിജീവിക്കാൻ കഴിയില്ല. എന്നിട്ടും ടെലിപ്പോർട്ടിംഗ് ആവേശകരമായി തോന്നുന്നു. നിങ്ങൾക്ക് സ്ഥലങ്ങൾ പര്യവേക്ഷണം ചെയ്യാനോ രഹസ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനോ അപകടത്തിൽ നിന്ന് തൽക്ഷണം രക്ഷപ്പെടാനോ സാധിക്കും. ശാസ്ത്രം ഇപ്പോഴും ഇത് യാഥാർത്ഥ്യമാക്കുന്നതിൽ നിന്ന് വളരെ അകലെയാണ്. പക്ഷേ ടെലിപ്പോർട്ടേഷനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുന്നത് ഭാവിയെ കൂടുതൽ ആവേശകരമായ സാധ്യതകൾ നിറഞ്ഞതാണെന്ന് തോന്നിപ്പിക്കുന്നു. Guys, can you hear me?